പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർദാൻ കര വരികയും യോഹന്നാൻ അവനെ തടുക്കുകയും ചെയ്തപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് ഈ വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാനുഷികമായി ഒരു വ്യക്തി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുടെയും മാതൃക കാണിച്ചു തന്നിച്ചു പോയി. അതാണ് പത്രോസ് പറയുന്നത്, നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. സ്നാനപ്പെടുക എന്നുള്ള ഒരു ദൈവനീതി, ദൈവകൽപ്പന അനുസരിക്കുവാൻ അവൻ തുനിഞ്ഞു. യോഹന്നാൻ സ്നാപകൻ എന്ന മനുഷ്യനാൽ തന്നെ ആ ശുശ്രൂഷ ഏൽക്കുവാൻ യേശു തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം തന്നെ. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവനീതി പ്രാവർത്തികമാക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു, അത് നമ്മൾക്ക് മുൻപാകെ ഒരു വെല്ലുവിളിയായി തീരട്ടെ. അത് ഉചിതമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവനീതി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചെടുക്കുവാൻ നമുക്കിടയാകുന്നത് ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് പിന്നീട് നാം കാണുന്നുണ്ട്. ആ സ്നാനവേളയിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുവീൻ എന്നുള്ള ശബ്ദം. ആ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കൂടെ നിന്നവർക്ക് പോലും കേൾക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ നീതി നാം നിവർത്തിക്കുമ്പോൾ അതിൽ ദൈവം പ്രസാദിക്കും. അവിടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ഈ 4-ാം എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കർത്താവ് വേറൊരു നീതിപ്രവൃത്തി പറയുന്നുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പഴയ നിയമ പുസ്തകങ്ങളിൽ കൊടുത്ത കൽപ്പനകളെ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് യേശു അതിനെ ഉറപ്പിച്ചു പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശു ക്രിസ്തു മാത്രമാണ്. അവനെ മാത്രമേ ആരാധിക്കാവൂ. അതും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നീതിപ്രവൃത്തിയാണ്. ആ നീതിപ്രവൃത്തിയും അതും ഉചിതം തന്നെയാണ്. ബാക്കിയെല്ലാം ഉചിതമല്ലാത്തതായിരിക്കുമ്പോൾ, മറ്റുള്ളതിനെ ആരാധിക്കുന്നത്, യേശുവിന് വേണ്ട ആരാധന അർപ്പിക്കാത്തത്, ഇതെല്ലാം ഉചിതമല്ലാത്ത പ്രവൃത്തിയായിരിക്കുമ്പോൾ ഈ ഉചിതമായ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 24 മൂപ്പന്മാരും ദൂതന്മാരും ജീവികളും ഒരുമിച്ച് ആരാധിക്കുന്ന, അവനെ വീണ് വണങ്ങി നമസ്കരിക്കുന്ന ഒരു വലിയ കാഴ്ച നാം കാണുന്നുണ്ട്. അവൻ പരിശുദ്ധനാണ്, അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്, അവൻ മാത്രമാണ് യോഗ്യൻ. അവൻ്റെ യോഗ്യതയോ, അവൻ നമ്മെ വീണ്ടെടുത്തു, നമ്മെ രക്ഷിച്ചു, നമ്മുടെ പാപക്കട മുഴുവൻ കൊടുത്തു തീർത്തു. ആ കർത്താവിനെ ആരാധിക്കുന്നത് ഏറ്റവും ഉചിതമായൊരു പ്രവൃത്തി. ഈ പ്രവൃത്തികളൊക്കെ ദൈവവചനപ്രകാരം നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.